നാളികേരം വറുത്തരച്ച സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അതിക്ക് വേണ്ടി നാളികേരം, വെളുത്തുള്ളി, ചെറിയുള്ളി, പരിപ്പ്, ഉലുവ, കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറുത്ത് എടുക്കണം. പിന്നെ ആദ്യം സാമ്പാർ ഇനിയുള്ള പരിപ്പ് കുക്കറിലിട്ടൊന്ന് വേവിക്കുകയാണ്. അതിക്ക് കായം കൂടി ഇടാം. കായ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് 2 വിസിലടിച്ചിട്ട് നമുക്ക് വാങ്ങി വയ്ക്കാം. ഇതൊക്കെയാണ് സാമ്പാർക്കുള്ള കഷ്ണം. കുമ്പളം, സവാള, പിന്നെ മുരിങ്ങക്കായ, മത്തൻ, കിഴങ്ങ്, പിന്നെ വെണ്ട. ഇതൊന്ന് വാട്ടിയെടുക്കണം. പിന്നെ തക്കാളി, പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ നമുക്ക് വേവിച്ചെടുക്കാം. കുമ്പളങ്ങയും സവാള ഇട്ടിട്ടുണ്ട്. എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം കേട്ടോ. വെണ്ടയും തക്കാളിയൊക്കെ പിന്നിടാം. മറ്റൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇതാ മുരിങ്ങക്കായ, കിഴങ്ങ്, മട്ടൻ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്. ഇതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിക്കാം. അപ്പോഴേക്ക് നമുക്ക് നാളികേരം വറുത്തെടുക്കാം കേട്ടോ. നാളികേരം വറുത്തിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്കും വാട്ടി വെച്ചിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം. ചെമ്പൊന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ തക്കാളി ഇട്ടു, വെണ്ടയ്ക്ക് ഇട്ടു, പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ചത് വേവട്ടെ. എന്നിട്ട് നാളികേരം അരച്ചത് ഒഴിക്കാം. പരിപ്പ് നമുക്ക് സാമ്പാർക്ക് വെച്ച് കൊടുക്കാം. നാളികേരം അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി പരിപ്പും കൂടി അതിലൊന്ന് കടന്നൊന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് നാളികേരം അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരച്ച് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം തിളക്കട്ടെ. എന്നിട്ട് വാങ്ങി വെച്ച് നമുക്ക് ഇതിലേക്ക് വറവിടാം. വറുത്തിടാൻ എണ്ണ ഇട്ടിട്ടുണ്ട്. കടുകിടാം. വറ്റൽമുളക് ഇട്ടു, കറിവേപ്പിൻ്റെ ഇല ഇട്ടു. ഇത് അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്.